ഹലോ ഗെയ്സ്, നമ്മളിന്ന് അലുമിനിയത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഓപ്പൺ ഷോ കേസിൻ്റെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഷോ കേസിൻ്റെ ഫ്രെയിം വർക്കിനായിട്ട് നമ്മളിവിടെ 1.5 സെക്ഷനും 3 സെക്ഷനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1.5 സെക്ഷൻ നമ്മളിതിൻ്റെ ഉള്ളിലെ പാർട്ടീഷൻസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഔട്ടർ ബോർഡർ ആയിട്ട് നമ്മൾ 3 സെക്ഷനും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഷോ കേസിൻ്റെ അളവ് നമുക്ക് 44 ഇഞ്ച് വീതിയും 46 ഇഞ്ച് ഉയരവുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രെയിം നമ്മൾ കട്ട് ചെയ്യേണ്ട അളവെടുക്കുമ്പോൾ കറക്റ്റ് അളവിൽ നിന്ന് വീതിയിൽ സെക്ഷൻ്റെ കനം കുറയ്ക്കുക. അതായത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള രീതി വെച്ചിട്ട് 1 ഇഞ്ച് കനമാണ് നമുക്ക് വരിക. അപ്പോൾ 2 സൈഡിലും വരുമ്പോൾ നമുക്ക് 2 ഇഞ്ച് കനം വരും. അങ്ങനെ നമ്മൾ 2 ഇഞ്ച് കനവും 1/2 ഇഞ്ച് ലൂസും ഇട്ടിട്ട് 44 അളവുള്ളത് നമുക്ക് 41.5 ഇഞ്ച് അളവ് കിട്ടുന്നതാണ്. ഹൈറ്റ് അളവ് എടുക്കുമ്പോൾ നമുക്ക് 1.5 ഇഞ്ച് കനമാണ് വരുന്നത്. അപ്പോൾ 2 സൈഡിൽ നമുക്ക് 3 ഇഞ്ച് കനം വരും. 1/2 ഇഞ്ച് ലൂസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 42.5 ഇഞ്ച് അളവ് കിട്ടുന്നതാണ്. ഈ അളവ് നമ്മൾ 3 സെക്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ടത്. 3 സെക്ഷൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് സെറ്റ് ചെയ്തിട്ട് 3 സെക്ഷൻ്റെ ഉൾഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ 1.5 ഫ്രെയിമിൻ്റെ ആംഗിൾ വെച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് പിടിപ്പിച്ചിടാം. ഈ ഷോ കേസിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മൾ ഫ്രെയിം ഒന്നും അടിച്ചു കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് ചെമ്മരം ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഈ ഷോ കേസ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ വിടുത്തളവ് എടുക്കുമ്പോൾ നമുക്കിവിടെ 7 ഇഞ്ചാണ് അളവ് വന്നിട്ടുള്ളത്. ആ അളവിൽ നിന്ന് ബാക്കിൽ ഒട്ടിക്കുന്ന ഷീറ്റിൻ്റെയും 4 ഇഞ്ച് ലൂസ് ഇട്ടിട്ടാണ് നമ്മളിവിടെ ഈ 1.5 സെക്ഷൻ്റെ ഫ്രെയിം അളവ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഷോ കേസിന് നമ്മൾ 3 തട്ടുകൾ അടിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ തട്ടുകൾ വരുന്ന ഭാഗത്ത് നമ്മൾ സെപ്പറേറ്റ് ഇവിടെ ഒരു 1.5 സെക്ഷൻ 2 ഹൈറ്റിലും പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 3 സെക്ഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. അങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സൈഡിലടിക്കുന്ന ഷീറ്റിനും തട്ടുകൾക്കും ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഷോ കേസിനുള്ളിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഫ്രെയിം ഇവിടെ കറക്റ്റ് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ബാക്ക് ഷീറ്റും 2 ഹൈറ്റിലെ ഷീറ്റും ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടോപ്പിലെയും ബോട്ടത്തിലെയും ഷീറ്റും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ആ ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആ സെക്ഷൻ്റെ ഒപ്പമുള്ള അളവിൽ നിന്ന് ഷീറ്റിൻ്റെ കനം കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മളവിടെ ഷീറ്റുകളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ. ആ കട്ട് ചെയ്ത ഷീറ്റുകളെല്ലാം നമ്മൾ അതിൻ്റെ എൻഡ് ഭാഗം ക്രോസ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മളവിടെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇവിടെ നമ്മൾ അത് ഒട്ടിച്ചതിന് ശേഷം മാസ്കിൻ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഷീറ്റ് ഒന്ന് സിലിക്കോണിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മാസ്കിൻ ടാപ്പ് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ വർക്കൊക്കെ നമ്മൾ ഇവിടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ തട്ടുകൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ബാക്കിലായിട്ട് നമ്മൾ 3 സ്ക്രൂ ആണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെമ്പരുമ്പോൾ തന്നെ പ്ലഗ് ചെയ്തിട്ടാണ് നമ്മളവിടെ ഫിറ്റ് ചെയ്യുക. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് 2 സൈഡിലായിട്ട് നമ്മൾ 1.5 ഇഞ്ച് സെക്ഷൻ പിടിപ്പിച്ചെടുത്താൽ ആ ഭാഗത്തും പിടുത്തം കിട്ടുന്നതാണ്.
ഇവിടെ തട്ടുകളുടെ ഷീറ്റ് കെട്ടിയുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് കുറച്ച് കൂടുതലിട്ടിട്ട് ആ ഷീറ്റിൻ്റെ കനം നമ്മൾ ഒരു ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് അത് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് നമ്മൾ സൈഡ് ചെത്തിയിട്ടാണ് നമ്മൾ അത് ജോയിൻറ്റ് ചെയ്യുന്നത്. ഈ തട്ടുകളുടെ ടോപ്പിലെയും ബോട്ടത്തിലെയും ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഫ്രണ്ടിലത്തെ ഷീറ്റ് കറക്റ്റ് അളവ് നോക്കിയിട്ട് കട്ട് ചെയ്യുക. നമ്മുടെ വർക്ക് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ഒരു ലുക്കിലാണ് അപ്പോൾ നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ വർക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.